ഇന്ത്യ അമേരിക്ക താരിഫ് യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. യുഎസുമായുള്ള പ്രതിരോധ ഇടപാടുകൾ താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. യുഎസിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ബോയിംഗ് വിമാനങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള ചർച്ചകളാണ് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത്. താരിഫ് വിഷയത്തിൽ യുഎസ് നിലപാട് മയപ്പെടുത്താതെ ഇനി ചർച്ചകൾ വേണ്ടെന്നാണ് ഇന്ത്യയുടെ തീരുമാനമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പുതിയൊരു മാറ്റത്തിനാണ് ഈ താരിഫ് യുദ്ധം വഴി തുറക്കുക എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണ്ടെത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ ഉയർന്ന താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിലുള്ള അതൃപ്തിയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. ഈ നീക്കത്തെ ഇന്ത്യ അന്യായവും നീതീകരിക്കാനാകാത്തതുമെന്നാണ് വിശേഷിപ്പിച്ചത്. താരിഫ് വർധനവ് രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയെ ബാധിക്കുമെന്ന ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. മൂഡീസ് പോലെയുള്ള റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയുടെ GDP വളർച്ചയിൽ 0.3% വരെ കുറവുണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഈ വെല്ലുവിളികളെയും അവസരമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ. ആഭ്യന്തര ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി വൈവിധ്യവൽക്കരിക്കുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ട് കാലഹരണപ്പെട്ട പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി കയറ്റുമതിക്കാർ ഇതിനകം തന്നെ യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ആസിയാൻ എന്നിവിടങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുമായി ചർച്ചകൾ തുടരുമ്പോഴും പ്രതിരോധ മേഖലയിൽ അമേരിക്കയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി പോലെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. $650 മില്യൺ വിദേശ നാണ്യ കരുതൽ ശേഖരം, വികസ്വരമായ അടിസ്ഥാന സൗകര്യങ്ങൾ, യുവജനങ്ങളുടെ തൊഴിൽ ശക്തി എന്നിവ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതിവേഗം വികസിക്കുന്ന സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ പ്രതിസന്ധികളെ അവസരമാക്കിയ ചരിത്രമാണ് ഇവിടെയും ഇന്ത്യക്ക് കരുത്തുപകരുന്നത്. 1991 പ്രതിസന്ധി പരിഷ്കരണത്തിന് വഴിമാറിയതും 2008 ആഗോളമാന്ദ്യം ആഭ്യന്തര വളർച്ചയ്ക്ക് കാരണമായതും 2025 താരിഫ് പ്രതിസന്ധി ഇന്ത്യക്ക് കൂടുതൽ ആഴത്തിലുള്ള പരിഷ്കരണങ്ങളിലേക്കും വിപണി വിപുലീകരണത്തിനും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാമ്പത്തിക സാഹചര്യത്തിൽ ഏറ്റവും വിശ്വസനീയവും മത്സരപരവുമായ ഒരു ശക്തിയായി ഉയർന്നുവരാനുള്ള സാധ്യതയാണ് ഇന്ത്യക്കുള്ളത്. കഴിഞ്ഞ 3 ദശകങ്ങളിലെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ഇന്ത്യ വെല്ലുവിളികളോട് പൊരുത്തപ്പെടുക മാത്രമല്ല, പ്രതിസന്ധികളെ ഊർജ്ജമാക്കി വരിക കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ പ്രതിസന്ധി ഇന്ത്യയുടെ അടുത്ത വിജയഗാഥയുടെ തുടക്കമാകാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ യാത്ര തന്നെ വലിയൊരു പാഠമാണ്. വികസനത്തിന് കുറുക്കുവഴികളൊന്നും ഇന്ത്യക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ച ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ഫലമാണ്. ലോക സാമ്പത്തിക ശക്തികളുടെ സാമ്രാജ്യത്വ പ്രവണതകൾ ഇന്ത്യക്ക് പുതിയതൊന്നുമല്ല. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീണ്ട ചരിത്രം പ്രതിസന്ധികളെ അവസരമാക്കി എങ്ങനെ മാറ്റാമെന്ന് രാജ്യത്തെ പഠിപ്പിച്ചു. 1991 സാമ്പത്തിക പരിഷ്കരണങ്ങൾ, 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി, ഓരോ പ്രതിബന്ധവും ഇന്ത്യക്ക് വളരാനുള്ള പ്രേരക ശക്തിയായി മാറുകയായിരുന്നു. ഇപ്പോൾ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമ്പോൾ രാജ്യം മറ്റൊരു ചരിത്ര നിമിഷത്തെ അഭിമുഖീകരിക്കുകയാണ്. ഇത് തകർച്ചയിലേക്കല്ല, മറിച്ച് പുതിയ വളർച്ചയിലേക്കുള്ള തുടക്കമാകാമെന്നാണ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 1991 ഇന്ത്യ സാമ്പത്തികമായ തകർച്ചയുടെ വക്കിലായിരുന്നു. വിദേശ നാണ്യ കരുതൽ ശേഖരം തീർത്തും കുറഞ്ഞു. കടം വീട്ടാൻ 67 ടൺ സ്വർണം വരെ പണയം വെക്കേണ്ടി വന്നു. എന്നാൽ രാജ്യം പിന്മാറാൻ തയ്യാറായില്ല. പകരം ലൈസൻസ് രാജ അവസാനിപ്പിച്ചും വ്യാപാരം ഉദാരവൽക്കരിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചും ഇന്ത്യ പുതിയ സാമ്പത്തിക പാത വെട്ടിത്തുറന്നു. ആധുനിക ഇന്ത്യയുടെ വളർച്ചയുടെ അടിസ്ഥാനമിട്ട ഈ നീക്കങ്ങൾ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഉയർന്നുവന്ന ധീരമായ പരിഷ്കരണങ്ങളായിരുന്നു. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ലോകമെമ്പാടും വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ ഇന്ത്യ അതിനെ വിജയകരമായി അതിജീവിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയും വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിച്ചും രാജ്യം മാന്ദ്യത്തെ നേരിട്ടു. ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ആഭ്യന്തര ആവശ്യങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സാമ്പത്തിക സുസ്ഥിരത സ്വന്തമാക്കി. ഈ പ്രതിസന്ധി ഇന്ത്യയെ പഠിപ്പിച്ചത് സമതുലമായ വികസനത്തിലൂടെയും വിപണി വൈവിധ്യത്തിലൂടെയും സാമ്പത്തിക പ്രതിരോധ ശേഷി കെട്ടിയുറപ്പിക്കാൻ കഴിയുക എന്നതാണ്. ഈ ചരിത്രം തന്നെ ട്രംപിന്റെ വെല്ലുവിളികൾ മറികടന്ന് പുതിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാൻ ഇന്ത്യക്ക് കരുത്തുപകരും.